എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എത്ര നവരാത്രികളിലമ്മേ. ഇങ്ങനെയുള്ള ഹൈ പിച്ച് പാട്ടുകൾ എല്ലാവർക്കും പാടാൻ ആഗ്രഹമുണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് അത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് നമ്മൾ ഹൈ പിച്ച് പാട്ടുകൾ പാടുക, ഏത് രീതിയിലാണ് അതിലേക്ക് വരുന്നത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപാ കിഷോർ. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ടൊന്ന് പാടി തന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് നല്ല ഹൈ റേഞ്ചിൽ പോകുന്ന പാട്ടുകളുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു ലെവലിൽ എത്തണമെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതേപോലെ ചെയ്ത് നോക്കണം കേട്ടോ, സമയമെടുത്ത് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം. കാരണം ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ നഷ്ടപ്പെട്ടു പോകില്ലേ. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചെറിയ ചെറിയ ഓരോ പോർഷൻസ് ഞാൻ പാടിത്തരാം. അതേപോലെ നമ്മളെ ശബ്ദം ഉയർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതാണ് ശ്രുതി വെക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രുതി 5 ഘട്ട ശ്രുതി മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാടുന്ന, അതായത് സരിഗമ പധനിസ നമ്മൾ പാടി കഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് നമ്മുടെ ശബ്ദം കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ 5 ഘട്ട ശ്രുതിയിലാണ് വെച്ചത്. അതായത് നോർമലായിട്ട് എല്ലാവർക്കും പാടാൻ സാധിക്കുന്ന ഒരു ശ്രുതിയാണ് നമ്മളിന്ന് ചൂസ് ചെയ്തത്. 5 ഘട്ട ശ്രുതിയിൽ വയ്ക്കുക. ഓക്കെ, അതായത് ജി. ഓക്കെ, അപ്പോൾ ആ ശ്രുതി നിങ്ങൾ നന്നായി മനസ്സിലാക്കുകയും അതിൽ പാടി നോക്കുകയും ചെയ്യണം. ഇപ്പം ഞാൻ പാടി തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് 5 ഘട്ടം നമ്മൾ ചൂസ് ചെയ്തത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാടി നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ പാടി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെ ശബ്ദം നിങ്ങളറിയാതെ പൊങ്ങി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് പാടി നോക്കാം. സാ രേ ഗ മ പ ധ നീ സാ. ഓക്കെ, അവിടെ നമ്മൾ നിൽക്കുകയാണ്. സാ ഇല്ലേ, അത് 5 ഘട്ട ശ്രുതി ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ മുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സാ അവിടെയാണ് എത്തിയത്. സാ പിന്നെ അവിടുന്ന് മുകളിലേക്ക് വീണ്ടും പോവാണ്. സാ രേ ഗ മ പ ധ. ഓക്കെ, അത്രയും ടോപ്പിലേക്ക് നമ്മളെ വോയിസ് നമ്മൾ കൊണ്ടുപോകണം. അത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്കത് കിട്ടും, ഉറപ്പായിട്ടും അത് കിട്ടും. കാരണം ഞാൻ ഈ പാടുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അതായത് താഴെ പാടുമ്പോൾ താഴേന്ന് പാടി മുകളിലേക്ക് ആ സ്വരം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ കുറച്ച് പാടി കഴിഞ്ഞിട്ട് എനിക്കിത് കിട്ടി, ഓക്കെ എന്നാൽ പിന്നെ ടീച്ചർ പാടുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് പാടാം, ഇങ്ങനെ പാടി നോക്കിയാൽ ചിലപ്പം നിങ്ങൾക്കത് കിട്ടില്ല. ഓക്കെ, ഞാൻ പാടുന്ന കൂടെ തന്നെ നിങ്ങൾ ഒരുപാട് തവണ ഇത് പാടി നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കിട്ടും, തീർച്ചയാണ് അത് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്തു നോക്കുക വേണം കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, ആ സമയം തന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ തൊണ്ടയൊക്കെ ക്ലീൻ ആയതിന് ശേഷമാണ് വീണ്ടും നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റിൽ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യുമ്പം എന്തായാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാനത് പാടാം, ശ്രദ്ധിക്കും. സാ രേ ഗ മ പ ധ നീ സാ രേ ഗ മ പ ധ. ഓക്കെ, ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളെ ശബ്ദം എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരുവിധം ഹൈ പിച്ചൊക്കെ നിങ്ങൾക്ക് പാടാൻ സാധിക്കും. അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ നോക്കണേ. പിന്നെ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈപ്പിലുള്ള എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഹൈ പിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ, അതായത് നമ്മളെ വോയിസ് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ 5 ഘട്ട ശ്രുതിയിലാണെന്ന് പറഞ്ഞല്ലോ, ഇനി നമ്മൾ ആ ശ്രുതി കൂട്ടിയിട്ടിട്ട് നോക്കണം. അപ്പോൾ
അപ്പോൾ നമുക്ക് എത്രത്തോളം പാടാൻ പറ്റും അതുവരെ നമ്മൾ പാടിയാൽ മതി. ഓക്കെ, എത്രത്തോളം നമ്മൾ ശബ്ദം പൊക്കി കൊണ്ടുപോകാൻ പറ്റും നോക്കുക, അതുവരെ നമ്മൾ പാടുക. ഓക്കെ, കുറേ കഴിയുമ്പോൾ നമുക്ക് ഒരു സ്വരവും കൂടെ കൂട്ടി പാടാൻ പറ്റിയെങ്കിൽ അത്രയും നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടില്ലേ. അപ്പം അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മളിപ്പം 5 ഘട്ട ശ്രുതിയിലാണ് പാടിയത്. ഇത് ഞാനത് 5.5 ഘട്ട ശ്രുതിയിലാക്കിയിട്ട് നോക്കാം നമുക്ക്. ഇത് ഞാൻ 5.5 ഘട്ട ശ്രുതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം പാടാൻ പറ്റും അത്രത്തോളം നമ്മൾ വോയിസ് കൊണ്ടുപോയാൽ മതി കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട, കിട്ടുന്നില്ലല്ലോ വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് കിട്ടും, കുറേശ്ശെ ആയിട്ടേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് പാടി നോക്കാം 5.5 ഘട്ട ശ്രുതിയിൽ. ജി ഷാർപ്പ്. ഓക്കെ, സരി ഗ മ പ ധ നി സ രി ഗ മ പ ധ നി സ. ഓക്കെ, അത്രയും ടോപ്പിൽ പാടി നോക്കുക. നിങ്ങൾക്ക് കിട്ടിയില്ലേ പേടിക്കണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും അയ്യോ ഞങ്ങൾക്ക് ഇതിന് പകുതി പോലും കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എനിക്ക് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് പാടിയെടുക്കും എന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം സ്റ്റോപ്പ് ചെയ്യാൻ വേണം. ഓക്കെ, അപ്പോൾ സരി ഗ മ പ ധ നി സ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ പായിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ആ പാ വരെ പാടിയാൽ മതി, അപ്പോഴും നമ്മളെ ശബ്ദം കയറി വന്നോളും. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് കിട്ടാത്ത സംഗതിയിലേക്ക് നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് കഷ്ടപ്പെട്ടിട്ടത് ഇതാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ പറ്റുന്നവരെ, ഫസ്റ്റത്തെ ദിവസം നിങ്ങൾക്ക് മാ വരെയാണ് പാടാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ ആ മാ വരെ പാടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് അതേ പാടാൻ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പാടി നോക്കുക. പിന്നീട് ഒരു സ്വരവും കൂടി കയറ്റി പാടാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അങ്ങനെ കയറ്റി നമുക്ക് എത്രത്തോളം സ്വരങ്ങൾ കയറ്റാൻ പറ്റുന്നോ അത്രത്തോളം കയറ്റിക്കൊണ്ടാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇതിൻ്റെ മുൻപേ നിങ്ങൾക്കൊരു വണ്ടി ഓടിക്കുന്ന എക്സസൈസിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഹൈ പിച്ച് പാടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രാക്ടീസാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതായത് കേട്ടോ, അപ്പോൾ നമ്മളെ വോയിസ് എത്രത്തോളം മുകളിലേക്ക് നമ്മൾ പോകുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മളറിയാതെ നമ്മളെ വോയിസ് മുകളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇത്രയും വലിയ വോയിസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്? അല്ല, നമ്മളറിയാതെ വരുന്ന വോയിസാണിത്. പക്ഷെ നമ്മൾ ഈ ശ്രദ്ധിച്ച് ഇത് പാടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അയ്യോ അവിടെ എത്തൂലല്ലോ എന്ന് തോന്നുമ്പോൾ നമ്മളെ വോയിസ് അവിടെ എത്തൂല. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ഹൈ പിച്ച് നന്നായിട്ട് പാടാൻ കിട്ടും. പിന്നെ നമ്മൾ വീട്ടിൽ ഓരോരുത്തർ വിളിക്കുന്നത് എത്ര ഒച്ച വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ കുട്ടികളെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര വോയിസിലായിരിക്കും. അപ്പോൾ ഈ വോയിസൊക്കെ നല്ല ഹൈ പിച്ചിൽ നല്ല പറ്റിയ വോയിസ് ആയിരിക്കും. അന്നേരം നമ്മൾ ശ്രദ്ധിക്കില്ല, എൻ്റെ വോയിസ് നല്ല ഹൈ പിച്ചിലാണല്ലോ ഞാനിപ്പം വിളിക്കുന്നത് കുട്ടികളെ ഒന്നും അന്നേരം നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലേ. പിന്നെ നമ്മളൊരു ഹൈ പിച്ച് പാടി തരുമ്പോൾ ഈ കുട്ടികളെ വിളിച്ച ശബ്ദമൊന്നും പിന്നെ നമ്മൾ കേൾക്കില്ല. അങ്ങനെയാണ്. അപ്പോൾ ആ ശബ്ദമൊക്കെ പിന്നെ നമ്മൾ മറന്നുപോയി. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇത്രയും വോയിസ് നമ്മൾ പൊങ്ങുക ഇങ്ങനെയായിരിക്കും. അതല്ല, നമ്മളെ കയ്യിൽ ആ വോയിസ് ഉണ്ട്, നമ്മൾ എടുത്ത് പൊക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പാടി തന്ന സ്വരങ്ങൾ എന്ത് ചെയ്യണം, അതേപോലെ ഉറക്ക പാടി നോക്കണം. മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അങ്ങനെ ടെൻഷൻ അടിച്ചാൽ പിന്നെ പാടാനും കിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട. നമ്മളെ വീട്ടിൽ നിന്നാണ് പാടുന്നത്, നല്ല ഉറക്ക പാടി നോക്കുക കേട്ടോ. ഉറക്ക പാടി നോക്കുക, എന്നിട്ട് നിങ്ങളെ ശബ്ദം ക്ലീനായിട്ട് കൊണ്ടുവരണം. പിന്നെ ഈ ഒരു സ്വരം കൂടെ നിങ്ങൾ പാടി പഠിക്കുക. അതായത് സരി ഗ മ പ ധ നി സ, അവിടെ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തത് രി ഗ മ പ ധ നി സ രി, അതുവരെ പാടുക. ഗ മ പ ധ നി സ രി ഗ. ഓക്കെ, മ പ ധ നി സ
നിങ്ങളൊന്ന് പാടി നോക്കുക. കാരണം അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് പ്രയാസമാവും. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെയും മുകളിൽ ഞാൻ ഒരു ക്ലാസ് തരും. അതായത് സ്വരങ്ങൾ ഇതിൻ്റെയും മുകളിലേക്ക് പാടുന്ന ഒരു ക്ലാസ് തരും. അപ്പം അത് ബാക്കി നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു ലെവൽ വരെ നിങ്ങളെ ശബ്ദം മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, എല്ലാം കൂടെ നമ്മൾ പഠിച്ചു വെക്കുന്നതിലും നല്ലത് കുറേശ്ശെ ആയിട്ട് പഠിച്ചു വെക്കുകയാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഇത്രയും ഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കുറച്ച് സ്വരങ്ങൾ ഇതേ സ്വരങ്ങൾ തന്നെയാണ്. അതും നിങ്ങൾ അതേപോലെ പാടി പ്രാക്ടീസ് ചെയ്യണം. ഇതും ഇതേപോലെ പാടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്വരസ്ഥാനങ്ങൾ കിടക്കുന്ന ഒരു ലെവൽ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. നിങ്ങളെ ഹൈ പിച്ച് ലെവല് കൂട്ടാനും നിങ്ങൾക്ക് സാധിക്കും. നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലൈക്കായിട്ടോ സബ്സ്ക്രൈബായിട്ടോ ഷെയറിംഗ് ആയിട്ടോ ഒക്കെ മറന്നു പോരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെടുമല്ലോ ഇങ്ങനെ പാട്ടുകൾ. അതേപോലെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ പാട്ടുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കൊരു ഹെൽപ്പ് ആവില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഹൈ ലെവലിലുള്ള പാട്ടുകൾ പാടാൻ പറ്റുന്നത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ ആ പാട്ട് ബോറായി പോയില്ലേ. കേൾക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ നമുക്ക് ഹൈ പിച്ച് പാടാൻ കിട്ടാതെ നമ്മൾ ഹൈ പിച്ച് പാടുമ്പോഴൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഉണ്ടാവരുത്. കേൾക്കുന്ന ആളുകൾ എപ്പോഴും നല്ലോണം ആസ്വദിച്ചിരിക്കണം. അപ്പം നമ്മൾ ഏത് പാട്ട് പാടുന്നു എന്നുള്ളതല്ല, നമുക്ക് പറ്റുന്ന പാട്ടുകൾ, നമുക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്ന പാട്ടുകൾ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. എപ്പോഴും പാട്ട് പാടുമ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും നല്ല ഹൈ പിച്ചിലുള്ള പാട്ടുകളൊക്കെ പാടാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണ്ടേ നമ്മൾ പാടുമ്പോൾ. അത് അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ പാടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മൾ എത്തും. എങ്ങനെ? പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഹൈ ലെവലിലേക്ക് എത്തും. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പാടാം. അപ്പോൾ പിന്നെ പേടിക്കണ്ട, കറക്റ്റായിട്ട് പാടുമല്ലോ. ഓക്കെ, അപ്പോൾ അതുവരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. ഇതേവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണം. ഒരു കാര്യം, ഞാൻ ഓരോ വീഡിയോയിലും ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരാറില്ല. കുറഞ്ഞ സംഗതികളെ പഠിക്കാനായിട്ട് തരാറുള്ളൂ. അപ്പോൾ ആ സംഗതികൾ നിങ്ങൾ വൃത്തിയായിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും അടുത്ത കുറച്ച് സ്വരങ്ങളൊക്കെ ഞാൻ പാടിത്തരും. അങ്ങനെയാണ് പഠിക്കേണ്ടത്. എല്ലാം കൂടെ നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ ചില ആളുകൾ പറയാറുണ്ട്, നമുക്കിപ്പം കർണാടക സംഗീതത്തിൽ താരസ്ഥായി വരിശകൾ പഠിക്കാനുണ്ട്. താരസ്ഥായി വരിശകളിൽ എല്ലാം ഹൈ നോട്ടുകളാണ്. അപ്പോൾ അത് നമുക്ക് ഹൈ പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഫുൾ ഹൈ പിച്ച് പാടും. ഏതെങ്കിലും ഒരു പാട്ട് പാടുന്ന സമയത്ത് ഹൈ നോട്ട് വരുമ്പോൾ അത് കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? താരസ്ഥായി വരിശകളിൽ നമുക്ക് ഒരു ലെവൽ വരെയാണ് നമ്മൾ ഹൈ പിച്ച് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പാടുന്നില്ല. പക്ഷേ പാട്ടുകൾ പാടുമ്പം അതിനേക്കാൾ എത്രയോ മുകളിലേക്ക് നമ്മളെ വോയിസ് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സ്വരങ്ങൾ, ഞാനിപ്പോൾ പാടിത്തന്ന സ്വരങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് എഫക്റ്റീവാകും. നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ വോയിസ് എത്തുന്നതിന് കൂടുതൽ സഹായകരമാവും ഈ ഒരു പ്രാക്ടീസാണെങ്കിൽ. സരി ഗ മ പ ധ നി സരി ഗ മ പ ധ നി സ. ഓക്കെ, അവിടെ എത്തിക്കണം നിങ്ങളെ വോയിസ് കേട്ടോ. നിങ്ങൾ എന്നിട്ട് എന്നോട് പറയണം. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയി പാടി എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, സമ്മാനങ്ങൾ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ എന്നോട് പറയണം. ഞാൻ പഠിപ്പിക്കുന്ന പാട്ടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പാടിയിട്ട് നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ, അത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സരള വരിശകൾ പൂർത്തിയായി, മധ്യസ്ഥായ വരിശകൾ പൂർത്തിയായതിന് ശേഷമാണ് നമ്മൾ താരസ്ഥായ വരിശകൾ പഠിക്കുക. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന സ്വരങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ മുൻപേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് സരളി വരിശകൾ എങ്ങനെയാണ് സാധകം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കണ്ടു നോക്കുക, എന്നിട്ട് അതും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹൈ പിച്ച് പാടാനുള്ള നല്ലൊരു ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.